അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. കാരണം 2006 അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചപ്പോൾ ഒരു എല്ലായിടത്തും വലിയൊരു പ്രതിഷേധ പ്രകടനമായിരുന്നു. ജനങ്ങൾ പാർട്ടി നോക്കാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് VS-ന് അന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് പാർട്ടി അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കുകയും മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. അപ്പോൾ ഫലത്തിൽ ജനങ്ങൾ നേരിട്ട് ഇന്നാൾ മുഖ്യമന്ത്രി വേണം എന്ന് തീരുമാനിച്ചുറച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2006 നടന്നത്. അന്ന് ഞങ്ങളൊക്കെ UDF സ്ഥാനാർത്ഥികളായിട്ട് ഇന്ന് പരാജയപ്പെട്ടാണ്. എൻ്റെ മുഖ്യ കാരണം VS മതി CM ആയിട്ട് എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ജനത്തിന് മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തും അധികം പ്രതിപക്ഷം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ രംഗങ്ങളിലും തെറ്റുകൾക്കെതിരെ പോരാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പോലും അദ്ദേഹത്തിനെ ജനങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. ആ ശൈലിയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിര്യാണം പൊതുസമൂഹത്തിന് നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ പല തെറ്റുകളും കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് VS ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കുമായിരുന്നില്ല എന്നൊരു ഫീലിംഗ് മൊത്തത്തിൽ ജനത്തിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നിര്യാണം സമൂഹത്തെ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും പാർട്ടിയോടും ഞങ്ങൾക്കൊക്കെയുള്ള ദുഃഖം രേഖപ്പെടുത്തുക. കെ മുരളീധരൻ അനുസ്മരിക്കുകയായിരുന്നു VS അച്യുതാനന്ദൻ. എങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒട്ടേറെയുണ്ട്. അത് അദ്ദേഹത്തെ ഇതുവരെ കാണാത്ത ആളുകൾ പോലും അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരും പറയുകയാണ് അവർക്ക് പകർന്നു നൽകിയ കരുത്ത്, ഊർജം എത്ര വലുതാണ് എന്നത്. വരുന്ന ഒരു തലമുറയ്ക്ക് കൂടിയുള്ള ഊർജം പകർന്നു നൽകിക്കൊണ്ടാണ് VS അച്യുതാനന്ദൻ എന്ന നേതാവ്. അദ്ദേഹം എങ്ങനെയാണ് സമരവീര്യം കാട്ടിത്തന്നത്, എങ്ങനെയാണ് പോരാട്ട വീര്യത്തിൻ്റെ പര്യായമായി VS അച്യുതാനന്ദൻ അല്ലെങ്കിൽ VS എന്ന രണ്ടക്ഷരം മാറിയത് എന്നതൊക്കെ ഈ കഴിഞ്ഞ 8 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സമരം എന്നുള്ളത് തന്നെയായിരുന്നു.